ഇന്നൊരു സന്തോഷ വാർത്ത. കേരളത്തിലെ ജനപ്രിയ നായകൻ ദിലീപിനെ കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്. എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. അദ്ദേഹം ഈ കേസിൽ നിന്ന് വന്നതിൽ കേരളത്തിലുള്ള എല്ലാവരെയും കളിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത ജനപ്രിയ നായകന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. ചില കള്ളക്കേസുകളൊക്കെ കുടുക്കി അദ്ദേഹത്തിന് അകത്താക്കാനും എത്രയോ 89 ദിവസം എന്തോ അദ്ദേഹം അകത്ത് കിടക്കുകയും അദ്ദേഹത്തിന് കരിയറിനെയും ഇമേജിനെയും നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ചില കള്ളക്കേസുകൾ ചമച്ച് പുള്ളിനെ ഈ രീതിയിൽ കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നു. എങ്കിലും ദിലീപേട്ട ഒരുപാടധികം സന്തോഷം. ഞാനും അങ്ങയുടെ ഒരു രസികനാണ്, ഒരു ആരാധകനാണ്. എങ്കിലും അഭിനന്ദനങ്ങൾ കേട്ടോ. ഇനി പറയാനുള്ളത്, കേരളത്തിൽ കുറേയധികം അതിജീവിതമാരും ഇരകളും ഒക്കെ ഉണ്ട്. അവരെല്ലാം മാളത്തിനകത്ത് ഒളിച്ചിരിക്കുകയാണ്. അവരെ ആരും ഒന്നും പറഞ്ഞുകൂടാ. അപ്പോൾ ഈ ആണുങ്ങളുടെ കാര്യങ്ങളിൽ മാത്രം അവൻ നടിയെ പീഡിപ്പിച്ചു, മറ്റുള്ളവരെ പീഡിപ്പിച്ചു എന്നുള്ള ഇത് ആണുങ്ങളുടെ മുഖരൂപം അടക്കം അങ്ങ് പുറത്തു വിടും. പക്ഷേ ചില സ്ത്രീകളെ അവരെ വാക്കും കേട്ട് അവരെല്ലാം അവിടെ മാളത്തിനകത്ത് ഇരുത്തിയിരിക്കുന്നതാണ് കേരളത്തിൽ നടക്കുന്ന പതിവുകൾ. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഇരകളും അതിജീവിതമാരെയും ഇവിടെ ക്യാമറേൻ്റെ മുന്നിൽ, സമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവരെ മുഖം കാണിപ്പിക്കണം എന്നുള്ളതാണ്. ഇവിടെ കേരളത്തിലെ അതിജീവിതമാരും ഇരകളും കൂടിക്കൂടി വരികയാണ്. അവർക്കെതിരെ ഒന്നും പറഞ്ഞുകൂടാ, പിടിച്ചുകൂടാ എന്നുള്ള ഒരു ഇത്. അപ്പോൾ അതിൻ്റെ സാഹചര്യത്തിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം പുള്ളിയുടെ കേസ് ഇനിയിപ്പോൾ അങ്ങോട്ട് തള്ളിപ്പോയിക്കൊണ്ടിരിക്കും. ഇനിയിപ്പോൾ പുതിയ വാർത്തകൾ മാധ്യമങ്ങൾക്ക് ദിലീപിനെയാണ്. അതുമാത്രമല്ല, ഇനി അതിനു മുമ്പ് നടന്ന ഈ സ്വർണ്ണവേട്ടകൾ, ശബരിമല സ്വർണ്ണവേട്ടകളെല്ലാം ഇതിനോടൊത്ത് അങ്ങ് തള്ളിപ്പോവുകയാണ്. ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് ദിലീപിൻ്റെ പുറകെ എന്നുള്ള ഒരു ഇതൊക്കെ ആയിരിക്കും. എങ്കിലും ദിലീപേട്ട ഒന്നുകൊണ്ട് ഭയപ്പെടേണ്ട, നമ്മുടെ എല്ലാവിധ സപ്പോർട്ടും പിന്തുണയും ഉണ്ട്. ഇനി ഒരു സിനിമയിൽ എന്തെങ്കിലും അഭിനയിക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ അങ്ങയുടെ സാലറി ഇനി കൂട്ടി ചോദിക്കണം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കുകയാണ്. എന്തായാലും സന്തോഷം. കേരളത്തിലെ ജനപ്രിയ നായകൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നമ്മളെ ചിരിപ്പിക്കുകയും കളിപ്പിക്കുകയും